ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു ലൈന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ത്രെഡ് എടുക്കേണ്ടത് 6 ലെയറിലാണ്. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് 2 മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു ലൈനിലൂടെ ഹെവി ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഹെവി ചെയിൻ സ്റ്റിച്ചിന് പകരം നമുക്കിവിടെ പൈപ്പിംഗ് ത്രെഡ് വെച്ച് കൊടുക്കാവുന്നതാണ്. പൈപ്പിംഗ് ത്രെഡ് ഇവിടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലൂടെ ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഹെവി ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് പോയി കണ്ടു നോക്കുക. ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ചിന് വേണ്ടിയിട്ട് ഹെവി ചെയിൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി വലിച്ചു കൊടുക്കണ്ട. ചെയിൻ അല്പം ലൂസായിട്ട് തന്നെ നിൽക്കുന്നതാണ് നല്ലത്. ഈ ഒരു ലൈനിൽ മുഴുവനായിട്ടും നമുക്ക് ഹെവി ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റിച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ നെയിമൊക്കെ ചെയ്യാനാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഫ്രോക്കിലൊക്കെ നമ്മൾ നെയിം ചെയ്യില്ലേ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ഹെവി ചെയിൻ അല്പം ലൂസായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഹെവി ചെയിൻ സ്റ്റിച്ച് നമ്മൾ ചെയ്തില്ലേ, അതിൻ്റെ 2 സൈഡിലൂടെ ഇതുപോലൊരു ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമ്മൾ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 സ്റ്റിച്ച് വരുന്നത് കൊണ്ടാണ് ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ത്രെഡ് എടുക്കേണ്ടത് 6 ലെയറിൽ തന്നെയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കളർ ത്രെഡും ചൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഹെവി ചെയിൻ സ്റ്റിച്ച് ചെയ്ത സെയിം ത്രെഡ് തന്നെ വേണമെന്നില്ല. മുകളിലത്തെ ലൈനിൽ നിന്ന് നീട്ടിൽ കുത്തിയെടുത്തതിന് ശേഷം നേരെ താഴത്തെ ലൈനിലേക്ക്, ഇനി നേരെ താഴത്തെ ലൈനിൽ നിന്ന് മുകളിലത്തെ ലൈനിലേക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് വേണ്ടത്. ഹെവി ചെയിൻ സ്റ്റിച്ചിന് 2 സൈഡിലായിട്ടും ലൈൻസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റിച്ച് ഈവൺ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ത്രെഡ് നമ്മൾ വലിച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങ് വലിക്കാൻ പാടില്ല. അല്പം ഈ ഒരു സ്റ്റിച്ച് ഒന്ന് പൊങ്ങി നിൽക്കണം. എന്നാൽ മാത്രമേ സ്റ്റിച്ച് കാണാനൊരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. നമ്മൾ നെയിമൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റിച്ച് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ച് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴ്ഭാഗത്തായിട്ട് ഹെവി ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്. ഇതിപ്പോൾ ഓവർകാസ്റ്റിംഗ് സ്റ്റിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.